പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ അറിയിച്ചു കൊള്ളട്ടെ. സുഖദുഃഖ സമ്മിശ്രമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ വർഷത്തിന്റെ ഓരോ ദിവസങ്ങളും നാം ശ്രദ്ധിച്ചാൽ ദൈവസ്നേഹത്തിന്റെയും ദൈവ കരുതലിന്റെയും ആഴമേറിയ അനുഭവങ്ങളുള്ള ഒരു ദിവസങ്ങളായിരുന്നു. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ, ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനിടയായി തീർന്നു. ഈ പുതുവർഷത്തിലും 2026 പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. യിരെമ്യാ പ്രവചനം 29 അധ്യായം അതിന്റെ 10 വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. അതെ, നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഒരിക്കൽ അബ്രഹാമും സാറയും കൂടാരത്തിലിരിക്കുമ്പോൾ ദൈവം അവരുടെ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നവരെ സന്ദർശിച്ചത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു. മാത്രമല്ല, ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചു എന്ന് രൂത്തിന്റെ പുസ്തകം 1 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവിക സന്ദർശനം അനുഗ്രഹത്തിന് കാരണമായി മാറും. അതെ, ഈ പുതിയ വർഷത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവിക സന്ദർശനം ഉണ്ടാകുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം സന്ദർശിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണെന്ന് തിരുവചനം ഞങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ 2026 ഞങ്ങളുടെ ജീവിതത്തിന് ദൈവിക സന്ദർശനത്തിന്റെ ദിവസങ്ങളായി ഓരോ ദിവസങ്ങളെയും സ്വർഗം മാറ്റുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.